KPL കോർപ്പറേറ്റുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അന്ന് നാഷണൽ ടീം പ്ലേയേഴ്സൊക്കെ കളിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അന്ന് സന്തോഷ് ട്രോഫി ടീമിൽ ചാൻസ് കിട്ടാമെന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെക്കാട്ടിയും ബെറ്റർ ക്വാളിറ്റി പ്ലേയേഴ്സ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഫുട്ബോളിൻ്റെ നമ്പർ ഓഫ് മാച്ചസ് ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു കളിക്കാരന് ഒരു വർഷം കിട്ടുന്നതിൽ വളരെ കുറവ് മാച്ചസും മാത്രമായിരുന്നു. നമ്മൾ 2015 KPL സ്റ്റാർട്ട് ചെയ്തത്. ഒരു 16 വർഷം പിന്നിട്ട്. ഈ ഒരു 16 വർഷത്തെ യാത്രയിൽ KPL നമ്മൾ ഉദ്ദേശിച്ച ഒരു തലത്തിലെത്തിയത്. ആ കമ്പനിയായിരുന്നു നമ്മളായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തതെങ്കിൽ അവർക്ക് ബംഗ്ലാദേശ് സൂപ്പർ ലീഗ് കിട്ടിയതുകൊണ്ട് അതൊരു നാഷണൽ ലീഗ് ആയതുകൊണ്ട് ഇതൊരു റീജിയണൽ ലീഗ്, അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ അങ്ങോട്ട് പോയി. ഹായ് ഫ്രണ്ട്സ്, സ്പോർട്സ് അവാർഡ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റായിട്ടുള്ളത് അനിൽകുമാർ സർ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. കേരള ഫുട്ബോളിനെ, ഇന്ത്യൻ ഫുട്ബോളിനെ, ഏഷ്യൻ ഫുട്ബോളിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഫുട്ബോളിൻ്റെ ഓരോ നാടിയെടുപ്പും വ്യക്തമായി മനസ്സിലാക്കുന്ന അദ്ദേഹത്തെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷമാണുള്ളത്. അനിൽ സർ, ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. സത്യം പറഞ്ഞാൽ താങ്കളോട് കൂടി ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. അതായത് നമ്മൾ കേരളത്തിൻ്റെ ആദ്യ ഒരു പടിയായ KPL മുതൽ KSL മുതൽ ISL മുതൽ ഏഷ്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ചലിക്കുന്ന പന്തിൻ്റെ പുറകെ ഉള്ള ഒരു യാത്രയിലാണ് താങ്കൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ കൊച്ച് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിൽ താങ്കൾ KFAയുടെ സെക്രട്ടറി ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു പക്ഷേ താങ്കൾ ഈ ഒരു KSLനെ പറ്റിയും അല്ലെങ്കിൽ KPLനെ പറ്റിയും ഒക്കെ ചിന്തിച്ചതും അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഭാവി എങ്ങനെയാണ്, സുരക്ഷിതമായ ഒരു രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനൊരു ചോദ്യം. അതിൻ്റെ ഫുട്ബോളർ എന്നുള്ള രീതിയിൽ ഫോർട്ട് കൊച്ചിയിൽ പന്ത് കളിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം ജില്ലാ ടീമിലും സംസ്ഥാന ടീമിലും ജൂനിയർ യൂത്ത് ടീമുകളിലൊക്കെ കളിക്കാൻ അവസരം കിട്ടി. അതിനുശേഷം യൂണിവേഴ്സിറ്റി ടീമിൽ അംഗമായിരുന്നു. പിന്നെ സർവീസിൽ നേവിയിലായിരുന്നു. സർവീസസിൻ്റെ ടീം ക്യാപ്റ്റനായിട്ട് സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അന്ന് നാഷണൽ ടീം പ്ലേയേഴ്സൊക്കെ കളിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അന്ന് സന്തോഷ് ട്രോഫി ടീമിൽ ചാൻസ് കിട്ടാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് സർവീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ജർമ്മനിക്ക് പോയി UEFA B ലൈസൻസ്, കോച്ചിങ് ലൈസൻസിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് പ്രൊഫഷണൽ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ കോച്ചായി. അതിനുശേഷം കേരള യൂത്ത് ടീമിൻ്റെ കോച്ചായി. അതിനുശേഷം ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ ഫിഫയുടെ പല കോഴ്സുകളും, AFCയുടെ കോഴ്സുകൾ, അതുപോലെ തന്നെ നമ്മളുടെ മാച്ച് കമ്മീഷണർ കോഴ്സ്, അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഫുട്ബോൾ മേഖലയിൽ സ്പെഷ്യലൈസേഷൻ അടക്കം ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് ഫുട്ബോൾ അസോസിയേഷനിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് 2011 ആണ് ഞാൻ സെക്രട്ടറി ആയിട്ട് KFAയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്നൊരു സാഹചര്യം മനസ്സിലാക്കി. KFA എന്ന് പറയുന്നത് ഫുട്ബോൾ കേരളത്തിലൊരു ഹരമാണ്. പക്ഷേ കേരള ഫുട്ബോൾ ആ ലെവലിലേക്ക് ഒരു സംവിധാനം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്നത്തെ കാലത്തൊരു സംശയമായിരുന്നു. പോപ്പുലാരിറ്റിയും ക്വാളിറ്റി പ്ലെയേഴ്സും ഒരുപക്ഷെ ഇന്നത്തെക്കാട്ടിയും ബെറ്റർ ക്വാളിറ്റി പ്ലെയേഴ്സ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഫുട്ബോളിൻ്റെ നമ്പർ ഓഫ് മാച്ചസ് ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു കളിക്കാരന് ഒരു വർഷം കിട്ടുന്നതിൽ വളരെ കുറവ് മാച്ചസും മാത്രമായിരുന്നു. പിന്നെ ഞാൻ വരുന്നതിന് വളരെ കാലം മുമ്പ് ഒട്ടനവധി മത്സരങ്ങൾ, ടൂർണമെൻറ്റുകൾ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പടിപ്പടിയായിട്ട് നിന്നതിന് ശേഷം, ഒട്ടുമിക്ക ടൂർണമെൻറ്റുകൾ അവസാനിച്ചതിന് ശേഷമാണ് എൻ്റെ കരിയർ കേരള ഫുട്ബോളിൽ തുടങ്ങുന്നത്. അപ്പോൾ ആ മുൻകാലങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് അത്രയ്ക്ക് സാധിക്കില്ല. എങ്കിലും പഠിച്ചതും മനസ്സിലാക്കിയതും വെച്ച് കൂടുതൽ മത്സരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫുട്ബോളിനെ കൂടുതൽ ജനകീയമാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് കൊണ്ട് ഗ്രാസ് റൂട്ട് തുടങ്ങി സീനിയർ ലെവലിൽ വരെയുള്ള കോമ്പറ്റീഷൻസും നാഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാനുമായിരുന്നു ആദ്യത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിൽ സാഫ് ഇൻ്റർനാഷണൽ കപ്പ് ട്രിവാൻഡ്രത്ത് 2014-15 സീസണിൽ നമ്മൾ നടത്തി. അതിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനായിരുന്നു. അതിൽ ഇന്ത്യ
കപ്പ് എടുക്കുകയും നമ്മളുടെ ഉമ്മൻചാണ്ടി സാറാണ് അന്നത് ട്രോഫി ഇന്ത്യക്ക് സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നടത്താൻ അവസരം കിട്ടിയപ്പോഴാണ് ആക്ച്വലി നമ്മൾ നാഷണൽ ലെവലിലെ ഫുട്ബോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും സന്തോഷ് ട്രോഫി, ഐ ലീഗ്, ഫെഡറേഷൻ കപ്പ് അടക്കമുള്ള എല്ലാ മത്സരങ്ങളും കേരളത്തിൽ നടത്താൻ സാധിച്ചു. അപ്പോഴും കുട്ടികളുടെ കളികളായിക്കോട്ടെ സീനിയർ ലെവലിൽ കളികളുടെ എണ്ണത്തിനൊരു കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടൊരു റീസ്ട്രക്ചറിങ് നടത്തുന്നതിനൊരു പ്ലാൻ ഉണ്ടാക്കിയ. സാറ് വന്നതിന് ശേഷമല്ലേ നമുക്ക് KPL ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? അതെ, കേരള പ്രീമിയർ ലീഗ് തുടങ്ങുന്നത് 2014-15 കാലഘട്ടത്തിലാണ് അതിനു വേണ്ടി. അപ്പോൾ അന്ന് കുറേ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം പ്രീമിയർ ലീഗ് കൗമുദി ട്രോഫി എന്ന് പറയുന്ന ഒരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സക്സസ്ഫുൾ അല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരള പ്രീമിയർ ലീഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അതിനെ എതിർത്തിരുന്നു. അപ്പോൾ അന്ന് KFAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ലോകം മുഴുവനും ലീഗ് ഫുട്ബോളിലാണ് കൂടുതൽ കളിക്കാർ ഡെവലപ്പ് ചെയ്യുന്നതും ഓപ്പർച്യൂണിറ്റി കൂടുതലെന്നും മനസ്സിലാക്കി അതിന് അനുവാദം തരികയും അത് നമ്മൾ 2015 സീസണിൽ തുടങ്ങുകയും ചെയ്തു. അതതിന് ശേഷം ഏകദേശം 20 ടീമോളം, 8 ടീം വെച്ചാണ് തുടങ്ങിയത്. അതിനുശേഷം 20 ടീമായിട്ട് അത് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഏകദേശം 100-ൽ പരം മത്സരങ്ങൾ നടത്തുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. കാരണം കൗമുദി ട്രോഫി ഒരു നോക്കൗട്ട് ടൂർണമെൻ്റ് എന്ന് പറയും. അതായത് ഒരു ടീം കളി അന്നത്തെ ദിവസം തോറ്റാൽ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഒരു മാച്ചായിരിക്കും ചിലപ്പോൾ മാക്സിമം ആ ടീമിന് കളിക്കാൻ കിട്ടുക. ഫൈനലിൽ കയറുന്നവർക്ക് 3-4 മത്സരങ്ങളായിരുന്നു കിട്ടുക. പക്ഷേ ലീഗിൽ അങ്ങനെയല്ല. ലീഗിൽ 10-14 മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം എല്ലാ ടീമിനും കിട്ടും. അപ്പോൾ അത്രയും കളിക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയും കാണികൾക്ക് അല്ലെങ്കിൽ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്കും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിലും നമ്മൾ കൊമേഴ്ഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വരേണ്ടതുള്ളത് കൊണ്ട് കോർപ്പറേറ്റുകളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. KPL കോർപ്പറേറ്റുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇപ്പോൾ? ശരിക്കും അതിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കേരള സൂപ്പർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് എൻട്രി കോർപ്പറേറ്റുകളെ വിളിച്ചിരുന്നു. പക്ഷേ വന്നതിൽ 1-2 ടീമുകൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അത്രയ്ക്ക് കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നില്ല. അപ്പോൾ അവർക്കതിൽ ഫൈനാൻഷ്യലി സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് അവർ വന്നത്. അതുകൊണ്ട് കുറച്ച് പേര് നിലനിന്ന് കുറച്ച് പേര് അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് അതായത് റെലിഗേറ്റ് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. എന്നാലും നമ്മളുടെ ഇവിടെ പണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളായിരുന്നു കളിക്കാർക്ക് ജോലി കൊടുത്തിരുന്നത്. അപ്പോൾ അവർക്കൊരു റവന്യൂ ഉണ്ടായിരുന്നു. പക്ഷേ കേരള പ്രീമിയർ ലീഗ് നമ്മൾ കൊണ്ടുവന്നെങ്കിലും അതിലും പ്ലെയേഴ്സിന് അങ്ങനെ ഒരു പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു കാരിയറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു റെമ്യൂണറേഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി ഫുട്ബോളിൻ്റെ മൊത്തം സിസ്റ്റത്തിനെ ബാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഒരു ISL മോഡലിലൊരു ലീഗ് കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് പ്രൊഫഷണൽ കോൺട്രാക്റ്റ് കൂടുതൽ കിട്ടുകയും കൂടുതൽ റവന്യൂ ജനറേഷൻ അതിലേക്ക് വരികയും കുറേ കൂടി അട്രാക്റ്റീവായിട്ടുള്ള ഓർഗനൈസിങ് അതിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് മനസ്സിലായത്. അതിനെക്കുറിച്ച് പഠിക്കുകയും ആദ്യം 2020 സമയത്താണെന്ന് തോന്നുന്നു 2022 2020 അടുത്ത് നമ്മൾ കൽക്കട്ട ബേസ്ഡ് ഒരു കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻ്റ് സൂപ്പർ ലീഗ് കേരള എന്നുള്ള രീതിയിൽ അത് നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ വെച്ച് 2022 അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലൊരു എഗ്രിമെൻ്റ് വെച്ച് നമ്മൾ തുടങ്ങാനായിട്ടുള്ള എല്ലാം ആയി. പക്ഷേ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കൽക്കട്ടയിൽ നിന്ന്. അവരാണ് മെസ്സിനെയൊക്കെ കൊണ്ടുവന്ന് അർജൻറ്റീന ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിച്ചൊരു കമ്പനിയായിരുന്നു. ആ കമ്പനിയായിരുന്നു നമ്മളുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തതെങ്കിൽ അവർക്ക് ബംഗ്ലാദേശ് സൂപ്പർ ലീഗ് കിട്ടിയതുകൊണ്ട് അതൊരു നാഷണൽ ലീഗ് ആയതുകൊണ്ട് ഇതൊരു റീജിയണൽ ലീഗും അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് നടക്കാതെ വന്നു. പിന്നീട് കുറേ കാലത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന കേരള സൂപ്പർ ലീഗ് എന്നുള്ള കോൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരള സൂപ്പർ ലീഗിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ 2015 KPL സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 16 വർഷം പിന്നിട്ടു. ഈ ഒരു 16 വർഷത്തെ യാത്രയിൽ KPL നമ്മൾ ഉദ്ദേശിച്ച ഒരു തലത്തിലെത്തിയോ?
അതായത് അതിൻ്റെ ഓർഗനൈസിങ്ങിന് ഒട്ടനവധി ചാലഞ്ചസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പാതയിൽ തന്നെയാണ്, ഇപ്പോഴും ആണ്. അതിനുള്ളൊരു ഉദാഹരണം നമ്മളുടെ നാഷണൽ ടീം നാഷണൽ ചാമ്പ്യൻഷിപ്പിലുള്ള കേരള പ്ലെയേഴ്സ് കളിക്കുന്ന മത്സരങ്ങളുടെ ഒരു സക്സസും കേരള പ്ലെയേഴ്സ് ഇന്ത്യൻ ലീഗിൽ, നാഷണൽ ലീഗ്, ഐ ലീഗിലായാലും സൂപ്പർ ലീഗിലായാലും ഇന്ത്യൻ പ്ലെയേഴ്സ്, കേരള പ്ലെയേഴ്സിൻ്റെ ഒരു നമ്പേഴ്സ് നോക്കിയാൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെക്കാട്ടിയും മച്ച് ബെറ്ററാണ്. വളരെ വളരെ അധികം കുട്ടികൾ നമ്മളുടെ കേരളത്തിൽ നിന്നാണ് പോയി മിക്ക ക്ലബ്ബുകളിലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു സക്സസ്സാണ്. പക്ഷെ വേറൊരു രീതിയിൽ ഇൻ ടേംസ് ഓഫ് വ്യൂവർഷിപ്പ് ആൻഡ് ഫാൻ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൾച്ചർ ബിൽഡപ്പ് ചെയ്യാൻ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഇനിഷ്യേറ്റീവ് ഒരു വലിയൊരു സെറ്റ് ബാക്കാണ്. കാരണം അവരതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടോ? ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പബ്ലിസിറ്റി വളരെ ഈസിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഒരു 1 മില്യൺ വ്യൂവർഷിപ്പിന് മുകളിലൊക്കെ പോയിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ക്ലബ്ബുകളുടെ ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, അവരുടെ ഇനിഷ്യേറ്റീവ്, ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സിൻ്റെയൊക്കെ ഒരു സ്ട്രഗിൾ കാരണം ആക്ച്വലി ഇത് ആ വിചാരിച്ച രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ കേരള ടീം അണ്ടർ-20 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ കയറി. ഇന്നലെ ഒരു പഞ്ചാബിനെ തോൽപ്പിച്ചിട്ട് ഫൈനലിൽ വന്നിട്ടുണ്ട്. നാളെ ഫൈനലാണ്. അപ്പോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ കളിക്കാർക്ക് പെർഫോം ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ടൂർണമെൻ്റാണ് അവർക്കുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു ബേസാണ്. അപ്പോൾ അതാണ് നമ്മളിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സക്സസിൻ്റെ ഒരു പാത്വേ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ താഴെ ഏജ് ഗ്രൂപ്പിന് കോമ്പറ്റീഷൻസ് റെഗുലറായിട്ട് നടത്തുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അവർക്കൊരു സ്ട്രക്ചേർഡ് കോമ്പറ്റീഷൻ പിരമിഡ് ഉണ്ട്. അതിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഒരു സൂപ്പർ ലീഗ് കേരളയിൽ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കേരള പ്ലെയേഴ്സിനും ആദ്യത്തെ ഒരു സ്റ്റെപ്പിന്. അതിനുശേഷം നെക്സ്റ്റ് നാഷണൽ ലീഗിലേക്ക് പോവുക. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടി ആയിട്ട് ഇതിനെ കേരള പ്രീമിയർ ലീഗിനെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നാഷണൽ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്ത് പോകുന്ന ടീമുകൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് നാഷണൽ ലീഗിൽ 3rd ഡിവിഷനിലും 2nd ഡിവിഷനിലും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ KPL ആ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ KSL വരികയാണ്. 2022 നമ്മൾ ലാസ്റ്റ് സംസാരിച്ച് 2022 എനിക്ക് വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. KFAയുടെ ഓഫീസിൽ വെച്ചാണ് നമ്മളത് സംസാരിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട് എന്ന് സാറെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു.